ഹായ് എവരിവൺ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് അഗൈൻ. ഇന്ന് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി പാലപ്പത്തിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ ഈ ഒരു പാലപ്പം എന്ന് പറയുന്നത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന, അതായത് അരമണിക്കൂർ കൊണ്ട് മാവ് റെഡിയാക്കി ചുട്ടെടുക്കാവുന്ന ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പാലപ്പം റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിന് മുന്നേയായിട്ട് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഫോട്ടോസ് എന്ന് പറയുന്നത് നമ്മുടെ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് നോക്കി ഒരുപാട് സുഹൃത്തുക്കൾ ഫോട്ടോസ് അയച്ചു തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ഇനിയും നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കണം, ഫോട്ടോസൊക്കെ അയച്ചു തരണം. ഫോട്ടോസൊക്കെ അയച്ചു തന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. അപ്പോൾ ഈ ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പി നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് നമുക്ക് ഏത് തരം ആട്ടപ്പൊടി ആയിരുന്നാലും കുഴപ്പമില്ല. ഗോതമ്പ് പൊടി നമ്മൾ പുറത്തുനിന്ന് നമ്മൾ പൊടിപ്പിച്ച് കൊണ്ടുവന്നിട്ടുള്ള ഗോതമ്പ് പൊടി ആയിരുന്നാലും അതുപോലെ തന്നെ നമ്മൾ പാക്കറ്റ് വാങ്ങുന്ന ആട്ടപ്പൊടി ആയിരുന്നാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ. പക്ഷേ ഈ പൊടികൾക്ക് ചിലപ്പോൾ ഞാൻ പറയുന്ന വെള്ളത്തിനേക്കാൾ കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസം വന്നേക്കാം. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ആശീർവാദിൻ്റെ ആട്ടപ്പൊടിയാണ്. അപ്പോൾ ആ ഒരളവിന് പറയാം. 1 കപ്പ് ആട്ടപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് തേങ്ങ ചിരവിയത്. ഇതിലേക്ക് പിന്നെ 1/2 കപ്പ് ചോറ് ഏത് ചോറായിരുന്നാലും കുഴപ്പമില്ല. ഞാൻ യൂസ് ചെയ്യാറുള്ളത് മട്ടേരി ചോറാണ്. അപ്പോൾ അതാണ് 1/2 കപ്പ് എടുത്തിട്ടുള്ളത്. ഇനി പച്ചരി ചോറായിരുന്നാലോ പൊന്നിയരി ചോറായിരുന്നാലോ ഒന്നും കുഴപ്പമില്ല. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നല്ല തരം ഈസ്റ്റ് 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ഡേറ്റ് ഒന്നും കഴിയാത്ത പഴക്കം വരാത്ത ഈസ്റ്റ് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 കപ്പ് വെള്ളമാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള വെള്ളം എന്ന് പറയുന്നത് നോർമൽ വാട്ടറാണ് കേട്ടോ, സാധാരണ റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളമാണ്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് ഇളം ചൂടുള്ള വെള്ളം. ചൂട് കൂടി പോവരുത്, ലൈറ്റായിട്ട് ചൂട് മതി. ആ ഒരു അത്രയും ചൂടിലുള്ള വെള്ളം 1/2 കപ്പ് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ മിക്സാക്കിയതിന് ശേഷം നമുക്ക് മിക്സിയിലേക്ക് മാറ്റാം. നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഒട്ടും തന്നെ തരിയില്ലാണ്ട് നല്ല മയത്തിൽ തന്നെ അരച്ചെടുക്കാം. ഈ അരച്ചെടുത്തിട്ടുള്ള മാവ് ഒരു വലിയ ബൗളിലേക്ക് നമുക്കത് മാറ്റാം. അപ്പോൾ ഇതിൻ്റെ തിക്ക് നിങ്ങൾക്കിത് ഒഴിച്ചു കൊടുക്കുമ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുമായിരിക്കും. അത്യാവശ്യം തിക്കിലാണ് ഇരിക്കുന്നത്, എന്നാൽ ഓവർ തിക്കും അല്ല. ഇതിലേക്ക് ഞാനൊരല്പം ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ട് ആ ഒരു മിക്സിയുടെ ജാറൊന്ന് ചുറ്റിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ദോശമാവിനേക്കാൾ ഒരിച്ചിരി ലൂസിൽ, ഇഡ്ഡലി മാവിൻ്റെ അത്രയും തിക്കൊന്നും വരരുത്. അതാ ഈ ഒരു പരുവത്തിലാണ് വേണ്ടത് കേട്ടോ. ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം. 1/2 മണിക്കൂർ മാത്രം മാറ്റി വെച്ചാൽ മതി. ഈ സമയം കൊണ്ട് നമുക്ക് കറിയൊക്കെ റെഡിയാക്കാം. അതായത് ഈ പാലപ്പത്തിലേക്ക് വേണ്ട കറി എന്താണോ നമ്മൾ തയ്യാറാക്കുന്നത് അത് തയ്യാറാക്കിയിരുന്നാൽ മതി. അപ്പോൾ ആ സമയം നമുക്ക് വേസ്റ്റായി പോവില്ല. അപ്പോൾ 1/2 മണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ മാവ് ഇതാ നല്ല പെർഫെക്റ്റായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെയും പറയുകയാണ്, ഇതിലേക്ക് ചേർക്കുന്ന ഈസ്റ്റ് എന്ന് പറയുന്നത് പഴക്കമില്ലാത്ത, കാറ്റൊന്നും തട്ടാതെ നമ്മൾ നന്നായിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുള്ള നല്ല തരം ഈസ്റ്റ് തന്നെ ആവണം. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് ഏത് പാലപ്പത്തിനായിരുന്നാലും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നല്ലതായിട്ട് തന്നെ എന്താ പറയുക, നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നമ്മുടെ മാവ്. അപ്പോൾ അതുകൊണ്ട് പാലപ്പം ചുട്ട് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും. അപ്പോൾ ആ ചൂടുള്ള തവയിലേക്ക് ഞാനൊരു തവി മാവ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. അപ്പോൾ ഗോതമ്പ് പൊടി കൊണ്ട് ചപ്പാത്തിയും ദോശയൊക്കെ കഴിച്ച് മടുത്തവർക്ക് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന നല്ലൊരു റെസിപ്പിയാണിത് കേട്ടോ. അപ്പോൾ ഇതാ ഒന്ന് മൂടി വെച്ചു. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുകയും ചെയ്യും കേട്ടോ, കാരണം അത് ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും. അപ്പോൾ നല്ലതായിട്ട് ഹോൾസൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ പാലപ്പം. അങ്ങനെ നമുക്ക് ഓരോ തവിയും മാവ് ഒഴിച്ച് ഒന്ന് ചുറ്റിച്ച് കൊടുത്ത് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചുറ്റിച്ച് കൊടുക്കാൻ വേണ്ടി മാവ് ആദ്യം ഒഴിക്കുന്ന സമയത്ത് ഒന്ന് ഹൈ ഫ്ലെയിമിലാക്കി കൊടുക്കുക. മൂടി വെക്കുന്ന സമയത്ത് ഒന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക കേട്ടോ. അങ്ങനെയാണത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് അതിൻ്റെ സെൻറ്ററൊക്കെ ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്ത് കിട്ടുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും ഹൈ ഫ്ലെയിമിലിട്ട് ചുട്ടെടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ. അപ്പോൾ ഇതാ നല്ല ഹോൾസൊക്കെ വന്നിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഈസി ആയിട്ടുള്ള നമ്മുടെ ഗോതമ്പിൻ്റെ പാലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു.